ഷിബു ബേബി ജോൺ ഇന്നലെ പുറത്തുവിട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും നിൽക്കുന്ന പടമായിരുന്നു. അതിലിപ്പോൾ അദ്ദേഹം തന്നെ ഒരു വിശദീകരണം നൽകുകയാണ് പ്രതികരണത്തിലേക്ക്. ഉദ്യോഗസ്ഥരാരെങ്കിലും ഉണ്ടെങ്കിൽ മന്ത്രിയോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അന്നേരം വളരെ അടുത്ത ഒരു ഉദ്യോഗസ്ഥനും ഒന്നാം പ്രതിയും എല്ലാവരും കൂടെ ഒത്തുകൂടിയത് എന്തിനാണ് എന്നുള്ള സംശയമാണ് എനിക്കുണ്ടായത്. ഇതിന് വ്യക്തത വരുത്തേണ്ടത് ശ്രീ കടകംപള്ളിയും ഗവൺമെന്റുമാണ്. പക്ഷേ ഞാനിപ്പോഴും പറയുന്നു, പൊതുപ്രവർത്തകരെ ആരെങ്കിലും വന്ന് കാണുന്നത് തെറ്റായിട്ട് ഞാൻ കാണുന്നില്ല. അതാണെങ്കിൽ സോണിയാഗാന്ധിയെ കണ്ടത് തെറ്റല്ല. സോണിയാഗാന്ധിയെ പോലെ ഒരാളുടെ പോയി അപ്പോയിന്റ്മെന്റ് എടുത്ത് കാണുന്നവരുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് അല്ലല്ലോ അവർ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. അതും തെറ്റല്ല. പിന്നെ ഇതിന്റെ ദുരൂഹത, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിന്റെ ഫോട്ടോ പുറത്തു വന്നു. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന്റെ വീഡിയോ പുറത്തുവിട്ടു. ഞാൻ ചോദിക്കട്ടെ, സാധാരണഗതിയിൽ നാട്ടിൻപുറത്ത് എല്ലാ സന്നദ്ധ സംഘടനകൾക്കും ആംബുലൻസ് കൈമാറുന്ന ചടങ്ങുകൾ നടക്കാറുണ്ട്. ഇപ്പൊ പഞ്ചായത്ത് മെമ്പർമാർ പോലും 2 ആംബുലൻസ് ഉണ്ടെങ്കിലേ ചടങ്ങിൽ പങ്കെടുക്കാറുണ്ട്. ഇപ്പൊ കേരള പോലീസിന് വേണ്ടി ഭീമ ജുവലറി ഒരു ആംബുലൻസ് കൊടുക്കുന്നു, കേരള പോലീസ്. അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഭീമ ജുവലറിയുടെ അന്തരിച്ച ശ്രീ കിച്ചൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന എന്റെ ഒരു സുഹൃത്തായിരുന്നു. കിച്ചന്റെ മകളാണ്. അവർക്ക് ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ഗോവിന്ദൻ അല്ല അവിടെ വന്നിട്ടുള്ളത്. ഈ ചടങ്ങിലേക്ക് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചതാര്? ഒരു DGP പോയിട്ട് സാധാരണ തലത്തിൽ ഏതെങ്കിലും താഴ്ന്ന ഒരു ഉദ്യോഗസ്ഥൻ മാത്രമേ ഇത്തരം ചടങ്ങിൽ ഒറ്റ ആംബുലൻസ് കൊടുക്കുന്ന ചടങ്ങിൽ സാധാരണഗതിയിൽ അവർ പോകാറില്ല. പക്ഷെ കേരള പോലീസിന് വേണ്ടി ഒരു ആംബുലൻസ് വാങ്ങിക്കാൻ എത്തിയത് കേരള മുഖ്യമന്ത്രിയാണെന്നുള്ളത് അത് അസ്വാഭാവികമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആരാണ് മുഖ്യമന്ത്രി ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത്? ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഭീമ സ്വമേധയാ കൊടുത്തയാണോ? അതിന്റെ താക്കോൽ നൽകുന്നത് എങ്ങനെയാണ്? അതിന്റെ മോഡലിൽ എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ചേർന്ന് താക്കോൽ നൽകുന്നത് എന്നുള്ള ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. ഇതെല്ലാം സ്വാഭാവികമായി ഇതിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ്. ഇതിനൊക്കെ വ്യക്തത വരുത്തണം. അത് വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയുടെയും ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തത വരുത്തുന്ന മുഖ്യമന്ത്രിയോ കടകംപള്ളിയോ അല്ലേ? കാരണം ഇവർ രണ്ടുപേരും ഇപ്പോഴും മൗനം പാലിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. അല്ല, വ്യക്തത വരുത്തേണ്ടത് തീർച്ചയായിട്ടും അവരാണ്. ഇതിൽ ഒരു ആരോപണവും ഞാൻ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഈ അസ്വാഭാവികത എന്തെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വ്യക്തത വരുത്തേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അത് സഖാവ് കടകംപള്ളിയും സഖാവ് പിണറായി വിജയനും തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇപ്പൊ ഏറ്റവും ഒടുവിൽ കോൺഗ്രസിന്റെ ഒരു നേതാവിനെതിരെ കലാപ ആഹ്വാനത്തിന് കേസെടുത്തിരിക്കുക. ഇത് ഏത് ലോകത്താണ് ഇവർ ജീവിക്കുന്നത്? പാട്ട് എഴുതിയവർക്കെതിരെ കേസ്, പാട്ട് പാടിയവർക്കെതിരെ കേസ്, ഫോട്ടോ പുറത്തുവിട്ടവർക്കെതിരെ കേസ്. ഇത് കേരളം എങ്ങോട്ട് കൊണ്ടുപോകാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി സ്പഷ്ടത വരുത്തേണ്ടതും, അവർക്ക് യാതൊരു പങ്കുമില്ലെങ്കിൽ അത് ചെയ്യുന്നതിന് പകരം ഇത്തരം കേസെടുത്ത് ചോദ്യങ്ങളെ അടിച്ചമർത്താമെന്ന് മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഇത് കേരളമാണെന്ന് മുഖ്യമന്ത്രിയും ഓർത്തുകൊള്ളണം. ഞാൻ ബലമായി അത്രേ ഇപ്പൊ പറയുന്നുള്ളൂ. എന്താണെന്നറിയാൻ വയ്യാത്ത ഒരു പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളാണിത്. ചിത്രം എന്താണെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്താണെന്നും എവിടെയോ കേട്ടിട്ടുണ്ട്. അത് വെച്ച് പറയുമ്പോൾ അതാ ഞാൻ പറഞ്ഞ ഏത് ലോകത്താണ് അവർ ജീവിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ചിത്രമാണെങ്കിൽ അത് തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട്. മാത്രമല്ല, മുഖ്യമന്ത്രിയുമായി അതിന്റെ ഇപ്പൊ ആ ചിത്രം എന്തോ ആയിക്കോട്ടെ, ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറപ്പെടുവിച്ച വീഡിയോയിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നെന്നും അവിടെ ഇവര് തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടായിരുന്നെന്നും ഒക്കെ യാഥാർത്ഥ്യമായില്ല. ഞാൻ ചോദിക്കട്ടെ, ആ ചടങ്ങിന് ആര് ക്ഷണിച്ചു മുഖ്യമന്ത്രിയെ? ഒരു ആംബുലൻസ് കൊടുക്കുന്ന കേരള പോലീസിന് ഒരു ആംബുലൻസ് കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്ന് സ്വീകരിക്കാനുള്ള ഗൗരവം ആ ചടങ്ങിന് എങ്ങനെ വന്നു? ആ ചടങ്ങില് ഭീമ ജുവലറിയുടെ ഉടമയുടെ മകളിനോടൊപ്പം എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും താക്കോൽ നൽകിയത്? അതിനല്ലേ മറുപടി പറയേണ്ടത്. അല്ലാതെ അത് AI ക്രിയേഷനാണോ? മുഖ്യമന്ത്രി പുറത്തുവിട്ട വീഡിയോയും AI ക്രിയേഷനാണോ? അതാണ് ഇതിന്റെ ദുരൂഹത. അതാണ് ദുരൂഹതയായിട്ട് നിലനിൽക്കുന്നത്. അതിനാണ് മറുപടി പറയേണ്ടത്. അല്ല ചോദ്യം ഉന്നയിക്കുന്നവരെ കലാപാഹനത്തിന് കേസെടുക്കുന്നതല്ല.
കോടതിയുടെ വളപ്പിൽ പോലും കോമ്പൗണ്ടിനകത്ത് ചെന്നു കഴിഞ്ഞാൽ എടുത്തു കളയുന്ന കേസാണ് കലാപാഹവനത്തിന്റെ കേസ്. ഇതെല്ലാ ഏകാധിപതികളും നടപ്പിലാക്കിയ അതേ കാര്യങ്ങൾ അങ്ങനെ അടിച്ചമർത്താം എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരിക്കുന്നത്. ഈ കേസ് ഒരു ഉദ്യോഗസ്ഥയിലാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം KP ശങ്കർദാസിലേക്ക് അടക്കം അന്വേഷണം പോകുമ്പോൾ ഈ കേസിൽ തുറന്നോടുകൂടി ഉണ്ടാകുന്ന ആശങ്ക കോടതി പോലും മുന്നോട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് അവർക്ക് നോട്ടീസ് നൽകിയത് ഹാജരാവാൻ, പക്ഷെ അന്ന് അവർ ഹാജരായിട്ടില്ല. അല്ല, കേസ് ചവിട്ടിപ്പിടുത്തം ഉണ്ടെന്ന് വ്യക്തമല്ലേ, വളരെ വ്യക്തമല്ലേ, കോടതിക്ക് ബോധ്യപ്പെട്ടില്ലേ, ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇത് ഞാൻ അന്നും ഇന്നും വിശ്വസിക്കും.